അപ്പോൾ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുമിച്ചായിരുന്നെങ്കിലും സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചല്ല യാത്രയാണല്ലോ ചോദിച്ചത്. അതെ അതെ. അപ്പം ഇതിൽ 2 സ്ഥലത്തു നിന്നുള്ളൊരു യാത്രകളിലൂടെ കണ്ടുമുട്ടുന്നവരാണ്. 2 ധ്രുവത്തിലാണ് നിങ്ങൾ അല്ലേ? അന്ന് ഇതൊരു ഇദ്ദേഹത്തിൻ്റെ വില്ലനൊന്നുമല്ല, അങ്ങനെയുള്ള ഇതല്ല. അത് കുറച്ച് സസ്പെൻസേ ഉള്ളൂ. അപ്പം അത് ഞാനാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. ഇടപെടാൻ വേണ്ടി ആക്ഷനായിരുന്നു. 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന പേരിനകത്തൊരു തമാശയുണ്ട് കുറച്ച്. പക്ഷെ അങ്ങനെ ഒരു തമാശ പടമല്ല എന്നുള്ളത് ആദ്യം തന്നെ അപ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ. നമ്മൾ രണ്ടുപേരും കൂടെ വന്ന് നിന്നിട്ടുള്ള കോമഡികളോ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് 916 കുഞ്ഞു തങ്കപ്പെട്ട മനുഷ്യൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടം ഈ കൊടുങ്ങല്ലൂരാണ് ഷൂട്ട് ചെയ്തത്. മനോഹരമായൊരു ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഒരു സിനിമയിലും വരാത്തൊരു വീട്, ഒരു തറവാട്ട് വീട്, ഒരു 150 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. അത്രയും പഴക്കമുള്ളൊരു വീട്. അതുപോലെ തന്നെ ഒരു കായലിൻ്റെ കരയിൽ ഞങ്ങളൊരു ചായക്കടയുടെ സെറ്റ്, ഒരു പുഞ്ചിരിക്കടമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആര്യൻ വിജയ് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ആളുടെ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ മോർസൺ ഡ്രാഗൺ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ. പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന വിമൽ രാജാണ്. പിന്നെ നല്ല പാട്ടുകളുണ്ട്. 2 പാട്ടും ഇതിനോടകം തന്നെ മിലേനിയമാണ് പാട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുമ്പം അതൊക്കെ തന്നെ നമുക്കൊരു പ്രതീക്ഷയാണ്, ശുഭപ്രതീക്ഷയായിട്ട് തോന്നുന്നത്. കാരണം നല്ല പാട്ടുകൾ പ്രേക്ഷകരിലേക്ക് വരും, അവരെ ഏറ്റെടുക്കുക, ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾക്കൊക്കെ അത്തരം കുറേ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യം. അങ്ങനെ ഇതിനകത്ത് ഇപ്പോൾ തന്നെ കണ്ണോട് കണ്ണിൽ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. മധുബാലകൃഷ്ണനും നാരായണിയും കൂടെ പാടിയ പാട്ട്. മ്യൂസിക് ഡയറക്ടർ ആനന്ദ് മധുസൂദനാണ്. നല്ല ടെക്നീഷ്യൻസൊക്കെ സിനിമയുടെ പിറകിലുള്ളത്. ഇനി പറഞ്ഞ പോലെ തന്നെ ടിനി പറഞ്ഞതൊരു പഴയ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പഴയ സിനിമയെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കുപ്പിയിലാണ്. അതായത് മേക്കിങ്ങിൽ വളരെ പുതുമയോടുകൂടി തന്നെ ചില കാര്യങ്ങൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത്തരം ഒരു സിനിമകളുടെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം വരുന്നത്. ഇപ്പം നമ്മളൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പം ടിനിയുടെ ഒരു ക്യാരക്ടർ അടുത്ത് എവിടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റുമ്പോൾ ഓരോരുത്തരെ ക്യാരക്ടർ അങ്ങനെ ചിന്തിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയുടെ പേര് കൊണ്ടും അല്ല, ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ പ്രായമായവർ മനസ്സിലാവാതെ വരത്തില്ല. അതെന്താണ് അങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളാണെങ്കിലും അവർക്കും കുഞ്ഞൂട്ടൻ്റെ സംഭവങ്ങൾ മനസ്സിലാവും. നടുവിലുള്ള അവർക്കും തന്നെ ഓൾറെഡി അവർ എന്ത് കൊടുത്താലും ഈ പറഞ്ഞ പോലെ തന്നെ ടിനി പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ട് എന്ത് കൊടുക്കുന്നോ അതെടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ പേര് മാറ്റി 916 വലിയേട്ടൻ എന്നാക്കിയിട്ട് ഇദ്ദേഹം ആ ക്യാരക്ടർ ചെയ്താലും ആ സിനിമ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയത്. അതെ, അത് അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് വന്നതും. അത് ഈ ക്യാരക്ടർ അജയേട്ടൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. മനസ്സിലായി. ഒരു പുതിയ മേഖലയിലേക്കാണ് ചൂട് വെച്ചാൽ എപ്പോഴും വെള്ളത്തിൽ ജീവിക്കുന്ന ആള്. വേറെ ഒന്നും ചിന്തിക്കില്ല, ഷിപ്പിലൊക്കെയാണ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന. നമ്മള് പണ്ടൊക്കെ പറയാം വെള്ളത്തിലും കരയിൽ ജീവിക്കുന്ന ജീവിയുടെ പേര് പറയുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനൊക്കെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമാ മേഖല, നമുക്കറിയില്ലാത്തൊരു മേഖലയിലേക്ക്, അഭിനയ മേഖലയിലേക്ക് വരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു അഭിനയം എന്നൊരു മോഹം നേരത്തെ ഉണ്ടായിരുന്നതാണോ? അഭിനയം എന്നുള്ള മോഹം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്നും ഉണ്ട്. നമുക്ക് ബിഗ് സ്ക്രീനിൽ ചെറുപ്പം മുതലേ സിനിമ കാണുമ്പോൾ, ഇപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ നല്ലൊരു മൂവി കാണുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഗ്രഹം എന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 12th കഴിഞ്ഞപ്പോൾ ആ ഒരു ആഗ്രഹം കുറച്ചും കൂടി കൂടിയപ്പോൾ സിനിമയിലേക്ക് ഒന്ന് നോക്കി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.